സ്റ്റിച്ചിങ് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. ഞാൻ നേരത്തെ എപ്പോഴോ പഠിച്ചു വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ചുരിദാറൊക്കെ തയ്ച്ച് മേടിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് മറന്നു വെച്ച എൻ്റെ ഒരു കഴിവ് ഞാൻ പുറത്തെടുത്ത് തുടങ്ങി. ഇപ്പം ഞാനൊരു ചുരിദാറിൻ്റെ പാൻറ്റാണ് കേട്ടോ തയ്ക്കുന്നത്. പലാസോ തയ്ക്കാമെന്ന് വിചാരിച്ചു, തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏകദേശം 1 മാസത്തോളം എടുത്തു ഞാനിതൊന്ന് വെച്ച് തയ്ക്കാൻ. നിങ്ങൾക്കറിയാലോ, എനിക്ക് വീഡിയോ എടുക്കണം, ക്ലാസ്സസ് എടുക്കണം, ഒത്തിരി തിരക്കുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ അളവ് നോക്കുക കേട്ടോ. 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ അത് 1/2 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കുകയാണ്. ചെറിയൊരു ജലദോഷമുണ്ട്, ഞാൻ പറഞ്ഞിരുന്നല്ലോ പനിയായിട്ട് കിടക്കുകയാണ് എന്ന്. അപ്പോൾ തയ്ക്കാൻ അറിയുന്നവരൊക്കെ തയ്ക്കാൻ ശ്രമിക്കാം. നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നത്. അതൊക്കെ നോക്കിയിട്ട് തയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. തയ്യൽ ഇത്ര വലിയ പഠിക്കാനുള്ള കാര്യമൊന്നുമല്ല. നമുക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോയിൽ കാണുമ്പോൾ ഈ പൂക്കൾക്ക് ഒരു നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട്, പക്ഷെ ശരിക്കും അത്ര ഇല്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും വീഡിയോയിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചിട്ട് നോക്കുകയാണ് ശരിയായോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ തിരിച്ചിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ പാൻറ്റിൻ്റെ അടിഭാഗം ഞാൻ തയ്ച്ചിട്ടില്ല. കാണിച്ചു തരാവേ, നോക്ക്. എലാസ്റ്റിക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിഭാഗം കണ്ടോ, ഞാൻ തയ്ച്ചിട്ടില്ല, അത് മറന്നുപോയി. ഇനിയിപ്പോൾ അത് ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്ക്, ഇത് ഞാൻ തയ്ച്ച് കഴിഞ്ഞ എൻ്റെ കുർത്തയാണ് കേട്ടോ. വീനെക്ക് കൊടുത്തിട്ടാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. നോക്ക്, വീനെക്ക്. ഈ വീനെക്ക് കൊടുക്കാനൊന്നും വലിയ പാടൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണ്, തയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തയ്ച്ചോ. വീനെക്കൊക്കെ നന്നായി ശരിയായി വരും. അപ്പോൾ നോക്ക്, ഇത്ര ബ്രൈറ്റ് കളർ അല്ല കേട്ടോ വീഡിയോ കാണുമ്പോഴുള്ള ഒരു മാറ്റമാണേ. ഇത് പാൻറ്റാണ്, ഞാൻ തേച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി എന്നാ ഇതൊന്ന് ഇടുക? നാളെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഈ ചുരിദാർ ഇടാവേ. അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വിടണം കേട്ടോ. അപ്പോൾ താങ്ക് യു.